ശ്രീപത്മനാഭൻ, ഇവിടെ മുസ്ലിം വർഗീയ ചേരി പറഞ്ഞതിനോടൊപ്പം തന്നെ വിജയരാഘവൻ പറഞ്ഞു വെക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ദേശീയ തലത്തിലുള്ള തീവ്ര ഹിന്ദു വർഗീയത പോലെയാണ് കേരളത്തിൽ ഇപ്പോൾ ന്യൂനപക്ഷ വർഗീയത വളരുന്നത്. ഇവ രണ്ടും കൂടി ചേർന്ന് കേരളത്തിലെ കുടുംബങ്ങളെ ഭിന്നിപ്പിക്കുന്ന സാഹചര്യമാണ് കാണാൻ കഴിയുന്നത് എന്നുള്ളതാണ്. ഇവിടെ CPM ഇങ്ങനെ മതേതര പാർട്ടിയായി സ്വയം പ്രഖ്യാപിക്കുമ്പോൾ തീവ്ര ഹിന്ദു നിലപാടുകളെ എതിർക്കുന്നു, തീവ്ര ഇസ്ലാം നിലപാടുകളെ എതിർക്കുന്നു. പക്ഷേ രാഷ്ട്രീയമായി ആരാണോ തങ്ങൾക്കൊപ്പം വരാൻ നിൽക്കുന്നത് ഇവരെയൊക്കെ സ്വീകരിക്കാൻ ഇങ്ങനെ സദാ സന്നദ്ധമായി നിൽക്കുകയാണ്. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഇതിനെ ഒരു വിശാലമായ അർത്ഥത്തിൽ കാണുകയാണ്. ഇപ്പോ കഴിഞ്ഞ ദിവസം, അതായത് ഡിസംബർ മാസം 6-ാം തീയതി ഈ ഇന്ത്യ മുന്നണിയിലെ ഒരു പ്രധാന ഘടകകക്ഷി, അതായത് ഉദ്ധവ് ഠാക്കറെയുടെ ശിവസേന, അവരുടെ ഒരു സീനിയർ നേതാവ് മിലിന്ദ് നവരേക്കർ, അദ്ദേഹം MLC ആണ്, സീനിയർ നേതാവാണ്. ഡിസംബർ 6-ാം തീയതി അദ്ദേഹം ഒരു ട്വിറ്ററിൽ ഒരു പോസ്റ്റ് ഇട്ടു. എല്ലാവർക്കും അറിയാതെ അയോധ്യയിലെ തർക്കമന്ദിരം തകർക്കപ്പെടുന്ന ചിത്രം, അതായത് കാർസേവകർ അതിന്റെ മുകളിൽ കയറി അത് തകർത്തുകൊണ്ടിരിക്കുന്ന ചിത്രം എക്സിൽ ഇട്ടിട്ട് അതിൽ അദ്ദേഹം എഴുതിയത് എന്താണ്? ജീവൻ പണയപ്പെടുത്തി ഈ മഹത്തായ കൃത്യം ചെയ്ത നിങ്ങളെ ഓർത്തു ഞാൻ അഭിമാനിക്കുന്നു. ഇത് ഇന്ത്യ മുന്നണിയിലെ ശിവസേനയുടെ നേതാവ് മിലിന്ദ് നവരേക്കർ ഇട്ട ചിത്രമാണ്. ഇത് ശിവസേനയുടെ ഔദ്യോഗിക അഭിപ്രായമാണ്. കാരണം ബാലാസാഹബ് താക്കറെ അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്, എന്റെ കുട്ടികളാണ് അത് ചെയ്തത്, അവരെ ഓർത്ത് ഞാൻ അഭിമാനിക്കുന്നു. ആ അഭിപ്രായത്തിൽ നിന്നും ഉദ്ധവ് ഠാക്കറെ ഒരു ഇഞ്ച് പിന്നോട്ട് പോയിട്ടില്ല. ഇനി ഈ ഇന്ത്യ മുന്നണിയിലെ മറ്റൊരു ഘടകകക്ഷിയാണ് DMK. അവരെന്താ പറഞ്ഞത്? അവരുടെ നേതാവ് സ്റ്റാലിന്റെ മകൻ ഉദയനിധി സ്റ്റാലിൻ, ഇപ്പൊ ഉപമുഖ്യമന്ത്രിയാണ് തമിഴ്നാട്ടിലെ, അങ്ങോട്ട് പറഞ്ഞത് എന്താ അറിയോ? സനാതന ധർമ്മം എന്ന് പറഞ്ഞാൽ ഡെങ്കു മലേറിയ പോലെയാണ്, അതിനെ ഇറാഡിക്കേറ്റ് ചെയ്യണം, അതിനെ ഇല്ലാതാക്കണം, അതാണ് ഞങ്ങളുടെ മുന്നണിയുടെ ലക്ഷ്യം. ഏത് ഇന്ത്യ മുന്നണിയുടെ ലക്ഷ്യം. ഇപ്പോ ഇതേ മുന്നണിയിലെ CPM പറയുന്നു, മുന്നണിയിലെ അംഗമായ CPM പറയുന്നു, കോൺഗ്രസിന്റെ തലമുതിർന്ന അല്ലെങ്കിൽ ഏറ്റവും സീനിയർ നേതാക്കളായ കോൺഗ്രസ് എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്ന നേതാക്കളായ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ ജയിച്ചത് മുസ്ലിം തീവ്രവാദ ശക്തികളുടെ പിന്തുണയോട് കൂടിയിട്ടാണ്. ഇതാണ് ഈ മുന്നണിയുടെ സാഹചര്യം. മുള്ളും മുരുക്ക് മൂർക്കം പാമ്പുള്ള മുന്നണിയാണ്. ഈ മുന്നണി അങ്ങ് അധികാരത്തിൽ വന്ന ഈ രാജ്യം കുട്ടിച്ചോറാവും, അതൊരു സംശയമില്ല കാര്യത്തിൽ. അപ്പോൾ ഈ മുന്നണിയിലെ ഘടകകക്ഷിയായ CPM, ആ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസിനെതിരെ ഉയർത്തുന്ന ആരോപണങ്ങൾ, ഇതൊക്കെ CPM പണ്ട് ചെയ്ത കാര്യങ്ങളല്ലേ? ഓർമ്മയില്ലേ കുറ്റിപ്പുറത്ത് അബ്ദുൾ നാസർ മദനിയെ പിടിച്ച് മടിയിലിരുത്തിയിട്ട് വോട്ട് ചോദിച്ചത് 2009? അത് കനത്ത പരാജയത്തിൽ കലാശിച്ചില്ലേ? ഇതേ PDPയുടെ വോട്ട് വാങ്ങിയിട്ടല്ലേ കേരളത്തില് UDF 2009-ലെയും 2011-ലെയും തെരഞ്ഞെടുപ്പില്, ഈ 2009-ലും 2011-ലും ഈ SDPIയുടെയും, അന്ന് SDPI അല്ല NDF-ന്റെ പിന്തുണ 2009-ലും 2011-ലും UDF വാങ്ങിയിട്ടുണ്ട്. കോഴിക്കോട് നഗരത്തിൽ 2009-ൽ ശ്രീ MK രാഘവൻ വിജയിച്ചിട്ട് NDF-കാർ വിജയാഹ്ലാദ പ്രകടനം നടത്തുന്നത് ഇവിടുത്തെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതാ. ഞങ്ങളൊക്കെ കണ്ണോട്ട് കണ്ടതാണ്, മാധ്യമങ്ങൾ റിപ്പോർട്ട് വന്നതാണ്, TV ചാനലുകൾ കാണിച്ചതാണ്. അന്നത്തെ NDF, ഇന്നത്തെ SDPIയുടെ പഴയ രൂപം. 2011-ൽ ഉമ്മൻചാണ്ടിയെ പിന്തുണച്ചില്ലേ അബ്ദുൾ നാസർ മദനി? അപ്പൊ ഇതൊക്കെ കേരളത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അബ്ദുൾ നാസർ മദനിയെ ജയിലിൽ നിന്ന് വെറുതെ പുറത്തുവിടണം എന്ന് പറഞ്ഞ് കേരള നിയമസഭ ഐക്യകണ്ഠേന പ്രമേയം പാസാക്കിയില്ലേ? ആ മദനിയെ പിന്നും വന്ന് പോലീസ് പിടിച്ചോണ്ട് പോയില്ലേ? ബാംഗ്ലൂർ സ്ഫോടന കേസിൽ കോൺഗ്രസിന്റെ സർക്കാർ കർണാടകത്തിൽ അധികാരത്തിൽ വന്നപ്പോ എല്ലാവരും വിചാരിച്ച് തുറന്നു വിടുന്നു. കർണാടക കോൺഗ്രസ്സുകാരെന്താ ചെയ്തത്? മദനിന്റെ പേരിൽ ഒരു കേസും കൂടി ചാർജ് ചെയ്ത് കൊടുത്തു. അപ്പം തീവ്രവാദിയാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ലല്ലോ. ആ മദനിയെ വെറുതെ വിടാൻ കേരള നിയമസഭ പ്രമേയം പാസാക്കിയില്ലേ? അപ്പൊ ഇത്തരത്തിലുള്ള ഈ തീവ്രവാദ ശക്തികളെ പിന്തുണയ്ക്കുന്നതിലും കാലാകാലം അവരുടെ വോട്ട് വാങ്ങുന്നതിലും ഈ രണ്ട് കൂട്ടരും മത്സരിച്ചിട്ടുണ്ട്. ഇന്നിപ്പോ അവൻ ഇവരെ കുറ്റം പറയും, ഇവൻ അവനെ കുറ്റം പറയും, അതിലൊന്നും അർത്ഥമില്ല. ഇവർ രണ്ടുപേരും കൂടിയാണ് പ്രമേയം പാസാക്കിയത്. ഇപ്പോഴുള്ള സ്ഥിതി എന്താന്ന് വെച്ചാൽ, കേരളത്തിൽ UDF-ലേക്ക് മുസ്ലിം വോട്ടുകൾ ചെന്നിപ്പോകുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ, എന്നാ പോയത് പോട്ടെ, ഹിന്ദു വോട്ടുകൾ സമാഹരിക്കാം എന്ന് പറഞ്ഞ് CPM കളിക്കുന്ന നാടകമാണിത്. ഇതങ്ങനെയല്ല എന്ന് തോന്നിയാൽ അവർ ഇതിലും വലിയ മുസ്ലിം കാർഡ് ഇറക്കും, അവരിറക്കിയിട്ടുമുണ്ട്. അപ്പോൾ മുസ്ലിം വോട്ടിനു വേണ്ടി, ന്യൂനപക്ഷ വോട്ടിനു വേണ്ടി രണ്ട് മുന്നണികളും ചേർന്ന് നടത്തുന്ന വൃത്തികെട്ട നാടകങ്ങളാണ് കേരളം കഴിഞ്ഞ കുറെ കാലങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്നത്.
അപ്പൊ കേരളത്തിൽ തീവ്രവാദ പ്രവർത്തനം ഇല്ല എന്ന് ഇവർക്ക് പറയാൻ പറ്റുമോ? കനകമലയിൽ നടന്നതെന്താ, വാഗമണ്ണിൽ നടന്നതെന്താ? അപ്പൊ എത്ര ആളാ പോയത് സിറിയയിൽ യുദ്ധം ചെയ്യാൻ, അഫ്ഗാനിസ്ഥാനിൽ യുദ്ധം ചെയ്യാൻ? കേരളത്തിൽ നിന്ന് 44 ആളുകളാ പോയത്, 44 ആളുകൾ. കാശ്മീരിൽ പോയി സൈന്യത്തിന്റെ ഏറ്റുമുട്ടലിൽ മരിച്ചത് കണ്ണൂർ സ്വദേശികളല്ലേ? ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇവരുടെ വോട്ടിന് വേണ്ടി രണ്ടു കൂട്ടരും വളരെ കഠിന പ്രയത്നം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ UDF ആണ് മുന്നിൽ. പക്ഷേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ LDF-നാണ് അസംബ്ലി തെരഞ്ഞെടുപ്പിലൊക്കെ കിട്ടിയത്. 2026 അസംബ്ലി തെരഞ്ഞെടുപ്പിൽ മുസ്ലിം തീവ്രവാദ വോട്ടുകൾ നേടാൻ വേണ്ടിയുള്ള മത്സരം നടക്കുകയാണ്. രണ്ടു കൂട്ടരും മത്സരിക്കട്ടെ, നമുക്ക് കാത്തിരുന്ന് കാണാം എന്നേ പറയാനുള്ളൂ.